ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാനിപൂരിയുടെ ബോൾ ഇതേപോലെ അങ്ങ് പൊട്ടിച്ച് അതിലോട്ട് വേണ്ട ഫില്ലിങ് വെച്ച് നമ്മുടെ മെയിൻ പാനി നല്ല പച്ച കളറിൽ കിട്ടുന്ന മല്ലിയിലയും പുതിനയിലയും പച്ചമുളകൊക്കെ ചേർത്ത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള പാനിയും പിന്നെ മധുരവും പുളിയൊക്കെ ചേർന്ന് നമ്മുടെ ഇംലി സോസും അതിലോട്ടങ്ങ് ഒഴിച്ച് ഒരു പാത്രത്തിൽ അങ്ങ് വെച്ച് നേരെ അങ്ങ് വായിലേക്ക്. ഓഹ്, സൂപ്പറാണ്. ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. എത്ര പേര് ഇതിൻ്റെ ഫാൻസാണ് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 50 രൂപക്ക് അത്യാവശ്യം വലിയ പാക്കറ്റ് പാനിപൂരിയുടെ ബോൾസ് ഇവിടെ കിട്ടും. അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഓൾറെഡി വേവിച്ചത്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിലോട്ട് വേണമെങ്കിൽ കടല വേവിച്ചതും മിക്സറിൻ്റെ ആ ചെറിയ സ്റ്റിക്കൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പച്ച കളർ പാനി, അതിലോട്ട് മല്ലിയില, പുതിനയില, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അത്യാവശ്യം സ്പൈസി വേണം ആ പാനിക്ക്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, നാരങ്ങാനീര്, ഇതാണ് പാനിക്ക് വേണ്ടത്. ഇനി നമ്മുടെ ഇംലി സോസിന് ഈന്തപ്പഴം, ഒരാണി വെല്ലം, കുറച്ച് പുളി. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. ഞാനും വലിയ കുക്കൊന്നുമല്ല, അപ്പോൾ ഒരു ഏകദേശ കണക്കാണ്. ഈ ഇംലി സോസ് വേണം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ. കാരണം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ പച്ചക്കളർ പാനിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അത് വേവിച്ച് അരിച്ച് എടുത്താൽ നമ്മുടെ ഇംലി സോസ് റെഡിയാണ്. അത് കുറച്ച് തണിയുമ്പോൾ കുറച്ച് തിക്കാവും. ഇനി നമുക്കൊരു ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ച മല്ലിയില, പുതിനയില, പച്ചമുളക്, നാരങ്ങനീര് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ പച്ചക്കളർ മാറാതിരിക്കാനും പിന്നെ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ്. അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ 2-3 ഐസ് ക്യൂബ്സ്. കാരണം ഈ പാനി കുറച്ച് തണുപ്പ് വേണം. തണുപ്പുണ്ടെങ്കിലേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 1-2 സ്പൂണ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഇംലി സോസ് കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് മിക്സിയിലോട്ട് നമുക്ക് വേണ്ട വെള്ളം ആഡ് ചെയ്ത് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മിക്സിയിൽ അടിച്ച് ഉണ്ടാക്കിയ നമ്മുടെ പച്ച കളർ പാനി റെഡിയാണ്. ഇനി ഇംലി സോസിലോട്ട് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാണ്ട് ഒന്നുമില്ല. ഒരു പിഞ്ച് മല്ലിപ്പൊടി, പിന്നെ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, പെപ്പർ പൊടി, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഇംലി സോസും റെഡിയാണ്. ഇനി പൊട്ടറ്റോ നമ്മൾ നന്നായിട്ട് ഉടച്ച് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും കൂട്ടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഇട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. പിന്നെ മുളക് പൊടിക്ക് ബദൽ ചാട്ട് മസാല വേണ്ടവർക്ക് ചാട്ട് മസാല ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് പേഴ്സണലി മുളക് പൊടിയുടെ രുചിയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും നമ്മുടെ എരിവുള്ള നമ്മുടെ പച്ചക്കളർ പാനിയും ഇംലി സോസൊക്കെ റെഡിയാണ്. ഇനി ഒന്നുമില്ല, ആ പാനിപൂരിയുടെ ബോൾ അങ്ങ് പൊട്ടിച്ച് അതിലോട്ട് ഫില്ലിങ് അങ്ങ് വെച്ച് നമ്മുടെ എരിവുള്ള പാനിയും മധുരവും പുളിയൊക്കെയുള്ള നമ്മുടെ ഇംലി സോസൊക്കെ ആഡ് ചെയ്ത് ഒഴിച്ച് വായിലോട്ട് അങ്ങ് വെക്കുക. ഞാൻ പേഴ്സണലി ഇതിന് ഭയങ്കര അഡിക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീട്ടുകാർക്കൊന്നും ഇത് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. കാരണം ഇതിന് മല്ലിയിലയും പുതിനയിലയുടെ ഒന്നും ടേസ്റ്റ് അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ കുറേ പേര് പാനിപൂരിക്ക് അഡിക്റ്റാണ്. അങ്ങനെയുള്ളവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.